കുറേ നേന്ത്രപ്പഴമൊക്കെ മേടിച്ച് വെച്ച് ഇതിങ്ങനെ നല്ലോണം പഴുത്തു പോയി വേസ്റ്റ് ആയി എന്നുള്ളൊരു കുറ്റബോധം ഇനി വേണ്ട കേട്ടോ. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ, അപ്പം മനസ്സിലാവും. അത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നട്ട്സും അല്ലെങ്കിൽ ബദാമൊക്കെ ചേർത്ത് അല്പം മുന്തിരി കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഷുഗറും ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി കേട്ടോ. ഇനി 3 ചെറിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2.5 മതിയാകും കേട്ടോ. മിക്സഡ് ജാറിൽ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ഷുഗറും കുറച്ച് വാനില എസൻസും 1/4 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് റെഡിയായി. ബനാന ദാ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലത്തെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം ഗീ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററിന്റെ ഹാഫ് പോർഷൻ ഒഴിച്ച് നമ്മൾ മുറിച്ച് വെച്ച പഴം ഉണ്ടല്ലോ അതിങ്ങനെ മേലെ ഇങ്ങനെ നിരത്തി കൊടുക്കാം. എന്നിട്ട് ഫില്ലിങ് വീണ്ടും ബനാന വീണ്ടും ഫില്ലിങ് ഏറ്റവും ലാസ്റ്റ് ബാറ്ററിന്റെ ബാക്കി മുഴുവൻ പോർഷനും കൂടെ എല്ലായിടത്തും കവർ ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ വേറൊരു പാനിൽ മറുവശം കൂടെ വേവിച്ചെടുത്താൽ നമ്മുടെ കിടിലൻ സ്നാക്ക് റെഡി ആയിട്ടോ. ആൻഡ് നൗ ബൈ, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ.